ഈ സംസ്ഥാന വിജിലൻസിൻ്റെ വിഷയം എന്താ ഞാൻ പറഞ്ഞല്ലോ. ഈ കേസിനകത്ത് പ്രതികൾ വിദേശ രാജ്യത്തെ പ്രതികൾ ഉൾപ്പെടെയുണ്ട്. സംസ്ഥാന വിജിലൻസ് എന്ത് ചെയ്യാൻ കഴിയും? FCRA ആക്ടിനകത്ത് വിജിലൻസ് എന്ത് ചെയ്യാൻ കഴിയും? വിജിലൻസ് ശുപാർശ ചെയ്യണം അത് CBI അന്വേഷണത്തിന്. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. FCRAയുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. ഫോറിൻ മണി കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ വിജിലൻസിന് കേസെടുക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ശുപാർശ ചെയ്യാലോ. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന മണി ലോണ്ടറിങ് ആക്ട് PMLAയുടെ പരിധിയിൽ വരുന്ന കേസുകൾ, ആ കേസുകൾ പിന്നെ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അതിനകത്ത് മണി ലോണ്ടറിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് EDക്ക് ശുപാർശ ചെയ്യാനേ കഴിയൂ. അങ്ങനെയാണ് ആ കേസുകളുടെ പിന്നെ നിയമപരമായ ഉപദേശം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, CBI വിഷയത്തിൽ ഇത് എൻ്റെ പരാതിയാണ്, ഞാൻ നൽകിയ പരാതിയാണ്. ഇത് ഒരു സുമോട്ടോ എടുത്ത ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു കേസല്ല, ഞാൻ നൽകിയ പരാതിയാണ്. CBI എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് കോടതിയെ സമീപിക്കാം, പരാതിക്കാരനാണ്. മറ്റ് കേസുകളിൽ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള പല കേസുകളിലും പരാതിക്കാരില്ല, ഗവൺമെൻറ്റാണ് പരാതിക്കാരായി നിൽക്കുന്നത്. ഇതങ്ങനെയല്ല. ഇതൊരു പൗരൻ എന്ന രീതിയിൽ, ആ പ്രദേശ ജനപ്രതി എന്ന രീതിയിൽ എനിക്ക് ആ കേസിനകത്ത് ഞാൻ ആ പഠിച്ച വിഷയമായതുകൊണ്ട് എനിക്ക് കോടതിയിൽ തന്നെ എൻ്റേതായ രീതിയിൽ എനിക്ക് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് CBIയെ നമ്മൾ നിരീക്ഷിക്കും. CBIക്ക് എവിടെയാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, CBIക്ക് എവിടെയാണ് പാളുന്നത് അത് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലെ കേസെന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരായി BJP ഗവൺമെൻറ്റുകൾ എടുക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇവിടെ അതല്ല, ഇത് എൻ്റെ ഡിഫറൻ്റാണ്. എത്ര നേരമായി പറയണു? ഞാൻ എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹൈക്കോടതി അതിനകത്തില്ല. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. നിങ്ങൾ FIR പഠിച്ചു നോക്ക്. ഞാൻ എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് കൊടുത്ത വെള്ളക്കടലാസിലെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI കൊച്ചി യൂണിറ്റ് കേസെടുക്കുന്നത്. അതെ, FIR നിയമം ലംഘിച്ചു എന്ന് കൊടുത്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇതിന് ഹൈക്കോടതി ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. UAE ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ. UAE റെപ്രസെൻറ്റ് ലൈഫ് മിഷനും തമ്മിൽ കരാർ ഒപ്പിട്ടുണ്ടല്ലോ. ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ FCRAയുടെ പരിധിയിൽ വന്നത്. അതൊക്കെ ഹൈക്കോടതി കേസ്, സംസ്ഥാന ഗവൺമെൻറ് എത്രയോ തവണ കേസ് നടത്തി തള്ളിയ കേസാണ്. അതുകൊണ്ടാണല്ലോ കേസ് സുപ്രീം കോടതിയിൽ പോയത്. ഹൈക്കോടതിയിൽ കേസ് സർക്കാർ നടത്തി വിജയിച്ചെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണ്ടല്ലോ. ഹൈക്കോടതിയിൽ സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സർക്കാർ പോയത് ആണല്ലോ. ഹൈക്കോടതിയിൽ സർക്കാർ വിജയിച്ച സുപ്രീം കോടതിയിൽ പോകണ്ടല്ലോ. ഇത് പെറ്റീഷൻസ് മുഴുവൻ, അപ്പീൽ പെറ്റീഷൻസ് മുഴുവൻ സർക്കാരിൻ്റേതാണ്, നമ്മുടേതല്ല. അല്ല, ഇതിനകത്ത് ഇത് വളരെ പഴയൊരു കേസാണ്, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് സത്യമായിട്ട്. ഇതിനകത്ത് ഇത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പല പഞ്ചായത്തുകളും പല പ്രദേശങ്ങളും പണിത സാധനമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, പിന്നെ PMC എന്നാണ് എൻ്റെ പേര്. ഈ PMCകളാണ് ചെയ്യുന്നത്. അത് ദേശീയ അവാർഡ് നേടിയ ഹാബിറ്റാറ്റിനായിരുന്നു വടക്കാഞ്ചേരിയിലെ PMC. അവരാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് AC മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരം, ശിവശങ്കരൻ്റെ നിർദ്ദേശപ്രകാരം ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുകയാണ്. അവിടേക്ക് പിന്നെ യാതൊരു രേഖയുമില്ലാത്ത യൂണിറ്റാക്കും സെയിൻ വെഞ്ചേഴ്സും കടന്നു വരികയാണ്. അതിന് യാതൊരു രേഖയില്ല. നിങ്ങളൊരു പൊതുസ്ഥലത്ത് ഭൂമി കയ്യേറി പണിയുന്ന പോലെയാണ് ഇവർ ഈ പൊതുസ്ഥലത്ത് കയ്യേറി പണിതത്. അത് പിന്നെ ഹാബിറ്റാറ്റായിരുന്നു ആദ്യം സർക്കാർ അംഗീകരിച്ചത്. ഹാബിറ്റാറ്റാണ് അതവിടെ പണിയേണ്ടത് യഥാർത്ഥത്തിൽ. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമല്ലോ. അവരെ ഒഴിവാക്കിയത് എന്തിനാണ്? ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുന്നത് ഫ്രീ പാപ്പ് ടെക്നോളജി അനുസരിച്ച് പണിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ പാപ്പ് ടെക്നോളജി ഹാബിറ്റാറ്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാബിറ്റാറ്റിനെ ഒഴിവാക്കുന്നത്. പക്ഷേ നിർമ്മിച്ചത് ഹാബിറ്റാറ്റിൽ ചെയ്ത അതേ കൺസ്ട്രക്ഷൻ മാതൃക തന്നെയാണ് ഇവരും നിർമ്മിച്ചത്. ഫ്രീ പാപ്പ് ഇതല്ല ചെയ്തത്. പക്ഷേ ഇവർക്ക് യൂണിറ്റാക്കും സർക്കാരോ യൂണിറ്റാക്കും ലൈഫ് മിഷനുമായിട്ട് യാതൊരു എഗ്രിമെൻറ്റും ഇല്ല, ഒരു രേഖയില്ല. അല്ല, ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 6 പേരും അതിനുശേഷം വരുന്ന ലൈഫ് മിഷൻ്റെ ആളുകളുമാണ് ഭാരവാഹി. അത് ഒഫീഷ്യൽസ് ലൈഫ് മിഷൻ എന്നാണ് FIRൽ കിടക്കുന്നത്. ഒഫീഷ്യൽ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ചെയർമാൻ പിണറായി വിജയനാണ്, വൈസ് ചെയർമാൻ AC മൊയ്തീനാണ്, പിന്നെ UV ജോസാണ്, ഇടക്കാലത്തുണ്ടായിരുന്ന പിന്നെ CEO ശിവശങ്കരനാണ്. അപ്പോൾ ആ ഫയൽ കൃത്യമായിട്ട് പരിശോധിക്കണം. ലൈഫ് മിഷൻ എങ്ങനെയാണ് യൂണിറ്റ് ആക്ടിന് ഈ കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുക്കുന്നത്? അതാണ് നമുക്കറിയേണ്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വടക്കാഞ്ചേരി പോലെ ഒരു സ്ഥലം AC മൊയ്തീൻ എന്ന് പറയുന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഹോം ടൗണായ വടക്കാഞ്ചേരിയിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ യൂണിറ്റ് ആക്ട് എങ്ങനെ പണിതു, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ, ആരാണ് യൂണിറ്റ് ആക്ടിന് കൊടുത്തത്, അത് കണ്ടുപിടിച്ചാൽ ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്. ആരാ കൊടുത്തത്, എങ്ങനെയാണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് കഴിയും. എങ്ങനെയാണ് യൂണിറ്റ് ആക്ടിനെ സർക്കാർ സ്ഥലത്ത് വന്ന് കെട്ടിടം പണിയാൻ കഴിയുന്നത്? നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റായിട്ട് യാതൊരു ബന്ധവുമില്ല. ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പ്രോജക്റ്റാണ്. അതിനുവേണ്ടി കേരളത്തിലെ 10ഓളം നഗരസഭയിൽ ഇത് ഏറ്റെടുത്തു. അതിലൊരു നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭ. അവിടേക്ക് 15 കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തി. ആ വകയിരുത്തിയത് എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സബ്ജക്റ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജലീൽ ചെയർമാനായ LSTD സബ് കമ്മിറ്റിയിൽ ഞാൻ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് തന്നെ വരുന്നത്. ഇതിൻ്റെ മോഡൽ പ്രോജക്റ്റ് 2007 അടാട്ട് പഞ്ചായത്തിൽ ആശ്രയ ഫ്ലാറ്റാണ്. കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനാണ്. എൻ്റെ കൂടി താല്പര്യപ്രകാരമാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. ഈ ഫ്ലാറ്റ് CN ബാലകൃഷ്ണൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരു കലാപരിപാടി നടത്തി സമാഹരിച്ച കാശ് കൊണ്ടാണ് ഈ ഭൂമി വാങ്ങുന്നത്. ആ ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിരുന്നത്. അതിന് യാതൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. ഹാബിറ്റാറ്റിൻ്റെ പ്രോജക്റ്റ് ഇതായിരുന്നു. പക്ഷേ ഈ പ്രോജക്റ്റ് ഏതാണ്? ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ റെഡ് ക്രോസ് വരുന്നത്. റെഡ് ക്രോസ് എന്ന് പറയുന്നത് ഈ നോൺ ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് ഈ റെഡ് ക്രോസ് ഉള്ളത്. കാരണം ഈ ക്രോസ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങളിലെ റെഡ് ക്രോസിൻ്റെ പേരാണ് റെഡ് ക്രസൻറ്റ് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ പ്രസിഡൻ്റാണ് അതിൻ്റെ ചെയർമാൻ. അതിൻ്റെ പേരാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ റെഡ് ക്രോസാണ്. പക്ഷേ അത് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ അത് റെഡ് ക്രസൻ്റ് ആവും. UAE ഇസ്ലാമിക് രാജ്യങ്ങൾ മുഴുവൻ റെഡ് ക്രസൻ്റ് ആവും. ആ റെഡ് ക്രോസും റെഡ് ക്രസൻ്റും ഒന്നാണ്. അവർ ഭൂമിയില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കലല്ല അവർ ജോലി. കലാമിറ്റി ഉണ്ടാകുമ്പോൾ, പാൻഡമിക്കുകൾ ഉണ്ടാകുമ്പോൾ ഇടപെടലാണ് ഇവർ ഉത്തരവാദിത്വം, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ്? പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പണിയാനാണ് ഈ സ്കീം എന്ന് പറയുന്നത്. പക്ഷെ വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽ ഒരാൾ പോലും ഈ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളില്ല. അപ്പോൾ ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റ് ഹൈജാക്ക് ചെയ്യാണ്. എന്നിട്ടാണ് ഈ പ്രോജക്റ്റിനെ ക്രാഷ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ എഗ്രിമെൻറ്റുമായി നോക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ ആർക്കും ഇത് വീട് കിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ ഡിഫറൻ്റാണ്. അതുകൊണ്ടാണ് ഇതിന് ഡോക്യുമെൻറ്റുകളില്ലാത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് വടക്കാഞ്ചേരിക്ക് വേണ്ടിയല്ല പ്രോജക്റ്റ് അല്ലായിരുന്നേ. ലൈഫ് മിഷനും റെഡ് ക്രസൻറ്റും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു വരിയില്ല. ഈ 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എഗ്രിമെൻറ്റ്. മനസ്സിലായല്ലോ? അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഫ്ലാറ്റും അതിനോട് ചേർന്നൊരു ആശുപത്രിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഏത് പഞ്ചായത്തിലാണ് നിൽക്കണേ? ഈ വടക്കാഞ്ചേരി നഗരസഭയിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കണേ. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലാണ്. ആ നഗരസഭ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് അഡീഷണലായിട്ടൊരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പണിയാണ്. മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ ഇതേ വടക്കാഞ്ചേരി നഗരസഭ ഉണ്ടായിരുന്ന പഴയ മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ PHC ഉണ്ട്. ഈ നഗരസഭയിൽ വേറെ PHC ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവർ വേറൊരു ആശുപത്രി നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അത് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു വീട് നഷ്ടപ്പെട്ട ഒരാളുമില്ല. ഉള്ള ആൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റും ഞാൻ തന്നെ മുൻകൈ എടുത്ത് 8 വീടും കംപ്ലീറ്റ് ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ തട്ടിപ്പ് പ്രോജക്റ്റാണ്. UAE റെഡ് ക്രസൻറ്റും ലൈഫ് മിഷൻ നമ്മളുടെ എഗ്രിമെൻറ്റിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞൊരു വരി പോലും ഇല്ല.